അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ റൈഹാനിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി മുഹമ്മദ് ഹബീബ് അല്ലേ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് ഒടമല സ്വദേശി അല്ലേ. മാഷാ അല്ലാഹ്, 9 വയസ്സായ ഹബീബ്, 9 വയസ്സല്ലേ, 8 വയസ്സുകാരനായ ഹബീബാണ് എന്നോടൊപ്പം ഉള്ളത്. റൈഹാനിലെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടെ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും മനഃപ്പാഠമാക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ കരിങ്കല്ലത്താണി ഹിഫ്ളുൽ ഖുർആൻ കോളേജിലേക്ക് നമ്മുടെ ഹബീബ് അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. റൈഹാനിലൂടെ 2ാമത്തെ ജുസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും ഹിഫ്ളാക്കണമെന്നുള്ള ചിന്ത വന്നത്. അടിസ്ഥാനത്തിൽ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുകയും നല്ല മാർക്കോടുകൂടെ ഈ ഒരു ഇളം പ്രായത്തിൽ തന്നെ ആ സ്ഥാപനത്തിൽ ഹബീബിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അൽഹംദുലില്ലാ. അപ്പോൾ സ്ഥാപനത്തിലേക്ക് പോകുന്നതിന് മുമ്പേ എന്നെ കാണാനും ഇവിടെ മടവൂര് സിയാറത്ത് ചെയ്യാനും ഇവിടെ നിന്നുള്ള അനുഗ്രഹം വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹബീബ് ഇങ്ങോട്ടേക്ക് വന്നത്. അൽഹംദുലില്ലാ. ഏതായാലും ഹബീബിനെ നേരിൽ കാണാനും വിശേഷങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ ഖുർആൻ ടാലൻറ്റ് ഷോയിലെ ഫൈനലിസ്റ്റ് കൂടിയായിരുന്നു നമ്മുടെ ഹബീബ്. റൈഹാൻ വാർഷികത്തിൽ വന്ന ആളുകളൊക്കെ ഹബീബിൻ്റെ പെർഫോമൻസൊക്കെ മാഷാ അല്ലാഹ് അറിഞ്ഞിട്ടുണ്ടാകണം. ഏതായാലും ഇൻഷാ അല്ലാഹ് ഹബീബിനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കണം. എന്ത് തോന്നുന്നു ഹബീബ് ഇപ്പോൾ? സന്തോഷമാണ്, അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്, അൽഹംദുലില്ലാ. റൈഹാൻ സ്ഥാപനത്തിൽ പഠിച്ചതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെ ഒരു ഖുർആൻ പൂർണ്ണമായിട്ട് മനഃപ്പാഠമാക്കണമെന്നുള്ള ചിന്തയൊക്കെ വന്നത് അല്ലേ? അതെ. ഓക്കെ, എന്താണ് നമ്മുടെ കുട്ടിയോട് പറയാനുള്ളത്? ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പുതിയ അഡ്മിഷനിലും ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നല്ലോണം പഠിക്കണം, എന്നിട്ട് ഹാഫിളായി വരണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഏതായാലും ഹബീബിൻ്റെ ഖിറാഅത്ത് കൂടെ നമുക്ക് കേൾക്കാം. ഇപ്പോൾ തബാറക ജുസാണ് പഠിക്കുന്നത് അല്ലേ? മാഷാ അല്ലാഹ്. അപ്പം അമ്മ ജുസ് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ചോദില്ലേ? ചോദിക്കട്ടെ? പഠിച്ച ഭാഗത്തു നിന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى. സൂറത്ത് ഏതാ? നാസിഅത്ത്. സൂറത്തു നാസിഅത്ത്. മാഷാ അല്ലാഹ്. തുടക്കത്തിലെ അല്ലേ, മാസങ്ങൾക്ക് മുമ്പേ പഠിച്ചൊരു സൂറത്താണ് സൂറത്തു നാസിഅത്ത്. അതൊക്കെ മാഷാ അല്ലാഹ് ചോദിച്ചപ്പോൾ തെറ്റാതെ തന്നെ മോന് ഓതി, സൂറത്തും ഓതി. ഇനി നമ്മുടെ ടാലൻറ്റ് ഷോയിൽ ചോദിച്ച ഭാഗത്തിന് മുമ്പുള്ള ഭാഗം കൂടെയൊക്കെ കുട്ടിക്ക് ഓതാൻ അറിയാൻ നോക്കിയിരുന്നു. അതായത് ഒരു ആയത്ത് ഓതിയാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതാൻ കഴിയോ എന്ന് ഞങ്ങൾ നോക്കിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു ആയത്ത് ചോദിച്ച് തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലിൽ മുത്തഖീന മഫാസ فذوقوا فلن نزيدكم إلا عذابا. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. സൂറത്ത് ഏതാ? സൂറത്തിന്റെ പേര് നബ. സൂറത്തു നബ. അപ്പോൾ മാഷാ അല്ലാഹ് ഹബീബ് റൈഹാനിൽ നേടിയെടുത്ത എല്ലാ മികവുകളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മികവിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. മുമ്പുള്ള ആയത്തുകളും ശേഷമുള്ള ആയത്തുകളൊക്കെ ചോദിച്ചപ്പോഴും മോന് ശരിക്കും ഓതാൻ പറ്റിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹബീബ് മോന് നല്ലൊരു ഹാഫിളായി മിടുക്കനായി നമ്മിലേക്ക് തിരിച്ചു തരാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും നാടിനും സമൂഹത്തിനും പ്രത്യേകിച്ച് റൈഹാനൊക്കെ അഭിമാനിക്കാവുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഹാഫിളായി
ഹബീബ് മോന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് റൈഹാനിലെ ഫാമിലി അംഗങ്ങൾക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും കോർഡിനേറ്റർ അടക്കമുള്ള ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന, സന്തോഷിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ റൈഹാനിലൂടെ തന്നെ നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തിന് ഖുർആൻ മേഖലയിലേക്ക് ഉയരാനുള്ള, വളരാനുള്ള ഊർജം നമ്മുടെ റൈഹാനിൽ നിന്ന് ഉണ്ടാവണം. റൈഹാന് വേണ്ടി ഓടി നടന്ന, അധ്വാനിച്ച, ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യല്ലേ. എല്ലാവരും ഹബീബ് മോന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.